ലെബനനിൽ അതിർത്തി പ്രദേശം കൂടുതൽ കൈക്കലാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും നെതന്യാഹു പറയുന്നു. തെക്കൻ ലെബനനിലെ ഇസ്രയേൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഇസ്രയേൽ സൈന്യം ലക്ഷ്യം വെക്കുന്നത് തുടരുന്നതിന് ലെബനനിലെ നിലവിലുള്ള സുരക്ഷാ മേഖല എന്ന് വിളിക്കുന്ന മേഖല ഇസ്രയേൽ വികസിപ്പിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. വടക്കൻ മേഖലയിലെ സാഹചര്യം അടിമുടി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേൽ സന്ദർശനത്തിനിടെ അദ്ദേഹം വ്യക്തമാക്കി. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ തൊടുക്കാനുള്ള ശേഷിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സൈനിക നീക്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നടന്ന പോരാട്ടങ്ങളിൽ ലെബനനിൽ ഇതുവരെ 1100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നീക്കം മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുമുണ്ട്. വടക്കൻ അതിർത്തിയിൽ നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ തടയാൻ ബഫർ സോൺ വികസിപ്പിക്കുന്നത് അനിവാര്യമാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത്. ഇത് ലെബനന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാകാനാണ് സാധ്യതയും. അതേസമയം ഇസ്രയേലിന്റെ ബീർഷേബയിൽ കെമിക്കൽ ഫാക്ടറിക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. അപകടകരമായ രാസവസ്തുക്കൾ വായുവിൽ കലർന്നതായും പുറത്തിറങ്ങരുത് എന്നും പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഫാക്ടറിയിലെ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുമില്ല. അതേസമയം ഇസ്രയേൽ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയ യമനിലെ ഹൂതി വിമതരുടെ നടപടിയും ഫ്രാൻസ് ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ഹൂതികൾ ഇടപെടുന്നത് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ വഷളാക്കുമെന്ന് ഫ്രാൻസ് ആരോപിക്കുന്നുണ്ട്. ഇസ്രയേലിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കും സുപ്രധാന സ്ഥാപനങ്ങൾക്കും നേരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി ഹൂതി വക്താവ് ശനിയാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. ഇതേ ദിവസം തന്നെ ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു ഹൂതികളുടെ ഈ നീക്കവും വരുന്നത്. സംഭവ വികാസങ്ങളോട് പ്രതികരിച്ച ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പാസ്കൽ കോൺഫ്രാവോക്സ് ഹൂതികളുടെ നടപടികളെ നിരുത്തരവാദപരം എന്ന് വിശേഷിപ്പിച്ചു. ഇത്തരം പ്രകോപനപരമായ ആക്രമണങ്ങളിൽ നിന്ന് ഗ്രൂപ്പ് പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാദേശികമായ സുരക്ഷയെ മാത്രമല്ല ആഗോളതലത്തിലുള്ള സമാധാനത്തെയും ഹൂതികളുടെ ഈ ഇടപെടൽ ബാധിക്കുമെന്ന ആശങ്കയും ഫ്രാൻസ് പങ്കുവച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ആഗോള ഊർജ്ജ വിപണികളെ സാരമായി ബാധിക്കുകയും ചെയ്ത ഈ സംഘർഷം കൂടുതൽ വഷളാകാതിരിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും ഫ്രാൻസ് കൂട്ടിച്ചേർത്തു. മേഖലയിലെ യുദ്ധം ഒഴിവാക്കാൻ ലോകശക്തികൾ ജാഗ്രത പാലിക്കണമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും വക്താവ് വ്യക്തമാക്കി. അതേസമയം തെക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് തങ്ങൾ രണ്ടാമത്തെ സൈനിക നടപടികൾക്ക് ഒരുങ്ങിയതായി യമനിലെ ഹൂതികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. തങ്ങൾ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയതായും ഹൂതി സേനയുടെ വക്താവ് യഹിയ സാരി അറിയിച്ചു. ഇറാനും ഹിസ്ബുള്ളയും നടത്തിയ സൈനിക നടപടികൾക്കൊപ്പമാണ് തങ്ങളുടെ തിരിച്ചടിയെന്നും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഇതിന് സാധിച്ചുവെന്നും ഹൂതി വക്താവ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ പ്രത്യാക്രമണം തുടരുമെന്നും യഹിയ സാരി പറഞ്ഞു. ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ശേഷം തെക്കൻ ഇസ്രയേലിനെതിരെ തങ്ങൾ നടത്തുന്ന ആദ്യ സൈനിക നീക്കമാണ് ശനിയാഴ്ച നടത്തിയതെന്നാണ് ഹൂതി സംഘം അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.